Good afternoon. Continuing the chapter Nuclear Magnetic Resonance Spectroscopy. In previous hour, we discussed about nuclear spin. We said that nucleus is a charged spinning body. Hence, it possesses some magnetic properties. A charged particle spinning about an axis act as a magnetic dipole. ഒരു ചാർജ്ഡ് ബോഡി സ്പിൻ ചെയ്യുമ്പം അതിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? അതുപോലെ അതിന് എന്തുണ്ട്? അതിൻ്റെ ഒരു മാഗ്നറ്റിക് ഡൈപോൾ ഉണ്ടായിരിക്കും. In this class, we are going to discuss about the magnetic dipole moment of a nucleus, and also we have to derive an expression for the magnitude of the nuclear magnetic moment. അപ്പോൾ നമ്മുടെ ന്യൂക്ലിയസിൻ്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റിന് വേണ്ട ഒരു എക്സ്പ്രഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. The magnetic dipole moment of a nucleus. A charged particle spinning about an axis acts as a magnetic dipole. The resulting nuclear magnetic moment mu is oriented along the axis of spin and is proportional to the spin angular momentum I. എന്താണ് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ, ഒരു സ്പിൻ ചെയ്യുന്ന ചാർജ്ഡ് പാർട്ടിക്കിളിന് എന്തുണ്ടായിരിക്കും? ഒരു മാഗ്നറ്റിക് ഡൈപോൾ ഉണ്ടായിരിക്കും. അപ്പോൾ മാഗ്നറ്റിക് ഡൈപോൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന് എന്തുണ്ടായിരിക്കും? ഒരു ന്യൂക്ലിയർ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ഉണ്ടായിരിക്കും അല്ലേ? ഒരു മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദി ലെറ്റർ മ്യൂ and is oriented along the axis of spin and is proportional to the spin angular momentum I. അതെന്താണ്? ഈ ഒരു മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു ദി സ്പിൻ ആംഗുലാർ മൊമെൻ്റം ഐ. സ്പിൻ ആംഗുലാർ മൊമെൻ്റത്തിന് പ്രപ്പോർഷണൽ ആണ് നമ്മുടെ ന്യൂക്ലിയർ മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറയുന്നത്. ദെൻ വി ക്യാൻ റൈറ്റ് മ്യൂ പ്രപ്പോർഷണൽ ടു ഐ. Then we can rewrite it by giving a constant mu equal to gamma I. Here gamma defined as the ratio mu by I അല്ലേ? ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ മ്യൂ ഈക്വൽ ടു ഗാമ ഐ ആണ്. ദെൻ ഗാമ ഈക്വൽ ടു മ്യൂ ബൈ ഐ ആണ്. ഹിയർ ഗാമ ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ മ്യൂ ബൈ ഐ, റേഷ്യോ ബിറ്റ്വീൻ ദി സ്പിൻ ആംഗുലാർ മൊമെൻ്റം ആൻഡ് ratio between the magnetic moment and spin angular momentum. മാഗ്നറ്റിക് മൊമെൻറ്റവും സ്പിൻ ആംഗുലാർ മൊമെൻറ്റവും തമ്മിലുള്ള ആ ഒരു റേഷ്യോനെയാണ് ഗാമ എന്ന് പറയുന്നത് അല്ലേ? ഗാമ ഈസ് നോൺ ആസ് മാഗ്നെറ്റോഗൈറിക് റേഷ്യോ ഓർ ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ. ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ എന്നാണ് ഈ ഗാമയെ നമ്മൾ വിളിക്കുന്നത്. ആൻഡ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ക്വാണ്ടിറ്റി ഓഫ് എ ന്യൂക്ലിയസ്. ഒരു ന്യൂക്ലിയസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ക്വാണ്ടിറ്റി ആണ് ഈ ഗാമ എന്ന് പറയുന്നത്. അത് ഡിഫറെൻറ്റ് ന്യൂക്ലിയസ് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും ഈ ഗാമയുടെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം മ്യൂ ഈക്വൽ ടു സ്പിൻ ആംഗുലാർ മൊമെൻറ്റം ഈസ് പ്രപ്പോർഷണൽ ടു സ്പിൻ ആംഗുലാർ മൊമെൻറ്റ് എന്താണ് നമ്മുടെ മ്യൂ എന്ന് പറയുന്നത് എന്താണ്? ന്യൂക്ലിയർ മാഗ്നറ്റിക് മൊമെൻറ്റ്. ന്യൂക്ലിയർ മാഗ്നറ്റിക് മൊമെൻറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു ആംഗുലാർ മൊമെൻറ്റം അല്ലേ? മ്യൂ പ്രപ്പോർഷണൽ ടു ഐ. Then we can write mu equal to gamma I, where gamma equal to mu by I, and it is known as gyromagnetic ratio and is a characteristic quantity of a nucleus. And this gamma is given by the equation Gn into E by 2mp. Gn into E by 2mp, where mp is the mass of the proton and E is the elementary charge. പ്രോട്ടോണിൻ്റെ മാസ് ആണ് mp, E എന്ന് പറയുന്നത് അതിൻ്റെ ചാർജ് ആണ്, elementary charge, where mp is the mass of the proton and E is the elementary charge. Then Gn is the nuclear G factor, where Gn is known as nuclear G factor. ഇതൊരു it is a unitless constant ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഈച്ച് ന്യൂക്ലിയസ്. ഓരോ ന്യൂക്ലിയസിനും ഒരു ജി എൻ ഉണ്ടായിരിക്കും. ജി എൻ എന്ന് പറയുന്നത് ന്യൂക്ലിയർ ജി ഫാക്ടർ. അതൊരു യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി ആണ്. ഓരോ ന്യൂക്ലിയസിനും ഓരോ ന്യൂക്ലിയർ ജി ഫാക്ടർ ആയിരിക്കും ഉണ്ടാവുക. GN values have to be determined experimentally and cannot be predicted theoretically. ഓരോ ടൈപ്പ് ന്യൂക്ലിയസിൻ്റെയും ഈ GN വാല്യൂ എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റലി കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. ഒരിക്കലും അത് തിയററ്റിക്കലി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഹാസ് വാല്യൂസ് അപ് ടു അബൌട്ട് 6 ആൻഡ് ഈസ് പോസിറ്റീവ് ഫോർ മെജോറിറ്റി ഓഫ് ന്യൂക്ലിയ. ഏകദേശം ഈ ഒരു GNൻ്റെ വാല്യൂ 6 വരെയാണ് വരാറുള്ളത്. മെജോറിറ്റി ഓഫ് ദ ന്യൂക്ലിയസിനും പോസിറ്റീവാണ് GNൻ്റെ വാല്യൂ.
ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പ്രോട്ടോണിൻ്റെ GN വാല്യൂ എന്ന് പറയുന്നത് 5.585 ആണ്. 5.585. ദിസ് വി മേ റൈറ്റ് ദി ഇക്വേഷൻ 1 ആസ്, അതായത് നമ്മുടെ ഈ ഇക്വേഷനെ മ്യൂ ഈക്വൽ ടു ഗാമ ഇ ആണല്ലോ, അപ്പോൾ ഗാമയ്ക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഗാമ ഈക്വൽ ടു GN E/2mp. അപ്പോൾ നമ്മൾ മ്യൂ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? GN ഇൻറ്റു E/2mp I എന്ന് കിട്ടും. വേർ I എന്ന് പറയുന്നത് എന്താണ്? ആംഗുലാർ മൊമെൻ്റ് ആണ് അല്ലേ, സ്പിൻ ആംഗുലാർ മൊമെൻ്റ് ആണ്. ഇറ്റ് ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ റൂട്ട് ഓഫ് I ഇൻറ്റു I+1 H ക്രോസ്, റൂട്ട് ഓഫ് I ഇൻറ്റു I+1 H ക്രോസ്. ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ന്യൂക്ലിയർ മാഗ്നറ്റിക് മൊമെൻ്റ് ഈസ്, ഇതിനെ എന്ത് ചെയ്യാം? നമുക്ക് റീറൈറ്റ് ചെയ്യാം. ഐക്ക് എന്ത് വാല്യൂ കൊടുക്കാം? റൂട്ട് ഓഫ് I ഇൻറ്റു I+1 H ക്രോസ്. ദെൻ വി ഗെറ്റ് മ്യൂ ഈക്വൽ ടു GN E/2mp റൂട്ട് ഓഫ് I ഇൻറ്റു I+1 H ക്രോസ്. ഇനി ഈ ഒരു H ക്രോസിനെ നമ്മൾ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എഴുതി കഴിഞ്ഞാൽ GN ഒന്ന് റീറൈറ്റ് ചെയ്യുന്നതെന്നുള്ളൂ. GN EH ക്രോസ് ബൈ 2mp റൂട്ട് ഓഫ് I ഇൻറ്റു I+1. ദെൻ ദീസ് ക്വാണ്ടിറ്റി EH ക്രോസ് ബൈ 2mp എന്നുള്ളതിനെ നമ്മൾ ബീറ്റ N എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. EH cross by 2mp can be substituted as beta n. Then we can rewrite this equation as mu equal to vector mu equal to GN ബീറ്റ n റൂട്ട് ഓഫ് I ഇൻറ്റു I+1. ഈ GN എന്നൊക്കെ ഇടുന്നത് വെക്ടർ റെപ്രസെൻറ്റേഷൻ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ മോഡുലസ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നെഗറ്റീവ് എന്തായിട്ട് പോസിറ്റീവായിട്ട് എടുത്താൽ മതി ആ വാല്യൂസ് വരുന്ന സമയത്ത്. അപ്പോൾ GN ബീറ്റ n റൂട്ട് ഓഫ് I ഇൻറ്റു I+1. വേർ ബീറ്റ n ഈക്വൽ ടു EH ക്രോസ് ബൈ 2mp ആണ് അല്ലേ. അതായത് EH ക്രോസ് ബൈ 2mp-ക്കാണ് നമ്മൾ ബീറ്റ n എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. EH ക്രോസ് ബൈ 2mp. അപ്പോൾ ഈ H ക്രോസ് നമുക്കറിയാം, H ക്രോസ് ഈക്വൽ ടു H/2π ആണ്. അപ്പം H ക്രോസിന് പകരം H/2π സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബീറ്റ n ഈക്വൽ ടു EH/4πmp എന്ന് കിട്ടും. അതായത് H ക്രോസിന് പകരം H/2π സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 2π ഇൻറ്റു 2mp ചെയ്ത് കഴിഞ്ഞാൽ 4πmp ആയി അല്ലേ. അപ്പം EH/4πmp ഇറ്റ് ഈസ് നോൺ ആസ് ന്യൂക്ലിയർ മാഗ്നറ്റോൺ. ഈ ബീറ്റ n എന്നുള്ള വാല്യൂവിനെയാണ് നമ്മൾ ന്യൂക്ലിയർ മാഗ്നറ്റോൺ എന്ന് പറയുന്നത്. ന്യൂക്ലിയർ മാഗ്നറ്റോൺ ഈസ് ഓൾസോ സംടൈംസ് ഡിനോട്ടഡ് ആസ് mu n. mu n എന്നാണ് ഇത് സാധാരണയായിട്ട് ഡിനോട്ട് ചെയ്യാറുള്ളത്. പക്ഷേ നമ്മൾ ഇവിടെ ഓൾറെഡി നമുക്കൊരു മ്യൂ ഇവിടെ വന്നല്ലോ. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ mu n എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഒരു കൺഫ്യൂഷൻ വരണ്ട എന്ന് വിചാരിച്ചാണ് ഇവിടെ ബീറ്റ n എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കാരണം. ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് അപ്രോപ്രിയേറ്റ് വാല്യൂസ് വി ഗെറ്റ് ബീറ്റ n ഈക്വൽ ടു 5.05 ഇൻറ്റു 10⁻⁻27 ജൂൾ പെർ ടെസ്ല. അതായത് ഇവിടെ നമുക്ക് ബീറ്റ n എന്ന EH/4πmp ആണ്. അപ്പോൾ അതിൽ Hൻ്റെ വാല്യൂ നമുക്കറിയാം, പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. ഈ ചാർജ് അതുപോലെ പൈൻ്റെ വാല്യൂം പ്രോട്ടോണിൻ്റെ മാസും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബീറ്റ എന്നിൻ്റെ വാല്യൂ, ന്യൂക്ലിയർ മാഗ്നറ്റോണിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 5.05 ഇൻറ്റു 10⁻⁻27 ജൂൾ പെർ ടെസ്ലയാണ്. ബീറ്റ n ഈക്വൽ ടു 5.05 ഇൻറ്റു 10⁻⁻27 ജൂൾ പെർ ടെസ്ല. ഒബ്വിയസ്ലി ഇത് നമുക്ക് ഗാമ ഈക്വൽ ടു എന്താണ് ഇവിടെ GN ഗാമ ഈക്വൽ ടു GN E/2mp. അതൊന്ന് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഗാമ ഈക്വൽ ടു GN ബീറ്റ n H ക്രോസ് എന്ന് വേണമെങ്കിൽ മാറ്റി എഴുതാം അല്ലേ. അപ്പോൾ ഇവിടെ ബീറ്റ n എന്ന് പറയുന്നത് എന്താണ്? ന്യൂക്ലിയർ മാഗ്നറ്റോൺ ആണ്. ന്യൂക്ലിയർ മാഗ്നറ്റോൺ ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ പെർ ടെസ്ലയാണ്. SI യൂണിറ്റ്, ഈ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ SI യൂണിറ്റ് ആംബിയർ മീറ്റർ സ്ക്വയർ ആണ്. ആംബിയർ മീറ്റർ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ ജൂൾ പെർ ടെസ്ല. ഇതിൽ രണ്ട് യൂണിറ്റും യൂസ് ചെയ്യാറുണ്ട്. ദ ലേറ്റർ മോഡ് ഓഫ് എക്സ്പ്രസിങ് ഇറ്റ് ഇൻ ദ ടേം ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഈസ് ഓഫ്റ്റൻ മോർ യൂസ്ഫുൾ. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റീൻ്റെ ടേംസിലും ഇത് റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. നമ്മളിവിടെ ഡൈപോൾ മൊമെൻറ്റ്, മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ആണ് കണ്ടെത്തിയിട്ടുള്ളത്. ദി യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ടെസ്ല. ടെസ്ല എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റീൻ്റെ യൂണിറ്റ് ആണ് ആക്ച്വലി. അപ്പോൾ ഇതിൻ്റെ നമ്മൾ അതത്ര നിങ്ങൾ കാര്യമാക്കണ്ട. ഇത് നമുക്ക് വേണ്ടത് SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് പറയുന്നത് ആംബിയർ മീറ്റർ സ്ക്വയർ, അതുപോലെ ജൂൾ പെർ ടെസ്ല.
പിന്നെ ഗോസിലുള്ള യൂണിറ്റ് അനദർ യൂണിറ്റ് കോൾഡ് ഗോസ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ NMR ടു എക്സ്പ്രസ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആൻഡ് ഈസ് റിലേറ്റഡ് ടു ടെസ്ല. 1 ടെസ്ല എന്ന് പറയുന്നത് 10,000 ഗോസ് ആണ്. ഗോസ് എന്ന യൂണിറ്റും നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിക്ക് യൂസ് ചെയ്യാറുണ്ട് NMRൽ. അതിൽ 1 ടെസ്ല എന്ന് പറയുന്നത് 1000 ഗോസിന് ഈക്വലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് മൊമെൻറ്റ്. മാഗ്നറ്റിക് മൊമെൻറ്റിനുള്ള എക്സ്പ്രഷൻ എന്താണ്? മ്യൂ ഈക്വൽ ടു Gn beta n root of I into I plus 1, where beta n equal to EH cross by 2mp or beta n equal to EH by 4 pi mp. അതായത് ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ, അത് ഗൈറോ മാഗ്നറ്റിക് കോൺസ്റ്റൻ്റ് ആണ് എന്ത്? ഗാമ എന്ന് പറയുന്നത് ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ. ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ കാണാനുള്ള ഇക്വേഷനാണ് Gn beta n by H cross. Gn beta n by H cross. ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാം. നമുക്കിനി ഇതിൻ്റെ ബാക്കി കുറച്ച് ഡെറിവേഷൻ ഉണ്ട് ക്വാണ്ടം മെക്കാനിക്കൽ ആസ്പെക്ട്സിൽ പറയുന്ന. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസ് ചെയ്തുള്ള പ്രോബ്ലംസൊക്കെ ഉണ്ടാവും. കുറവാണ്, അങ്ങനെ എക്സാമിന് അധികം ചോദിച്ചൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഈ ഒരു ഡെറിവേഷൻ ഓർത്ത് വയ്ക്കുക. ഡൈപോൾ മൊമെൻറ്റ്, മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് കാണാനുള്ള ഡെറിവേഷനാണ്.